നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. 62ാം സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികൾക്ക് സമ്മാനിക്കുന്ന സ്വർണ്ണക്കപ്പിന്റെ യാത്ര ഇന്നലെ തുടങ്ങി. ഇന്നലെ വൈകിട്ട് ഇടുക്കി ട്രഷറിയിലായിരുന്നു സ്വർണ്ണക്കപ്പ് സൂക്ഷിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ചാമ്പ്യന്മാരായ കോഴിക്കോട് നിന്നാണ് കപ്പിന്റെ പ്രയാണം ആരംഭിച്ചത്. കൊല്ലം വരെയുള്ള എല്ലാ ജില്ലകളിലും കപ്പിന് സ്വീകരണം നൽകുകയും ചെയ്തു. അങ്ങനെ കപ്പിന് സ്വീകരണം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിലെ കുളക്കടയിലാണ് കപ്പിന് ആദ്യ സ്വീകരണം നൽകിയത്. അതിനുശേഷം പ്രവേശിച്ച കൊട്ടാരക്കര മാർത്തോമ ഹൈസ്കൂളിൽ വമ്പൻ സ്വീകരണമാണ് കപ്പിന് നൽകിയിട്ടുള്ളത്. ഇവിടെ കപ്പിന് സ്വീകരണം നൽകിയ ശേഷം കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ, നെടുവത്തൂർ ജംഗ്ഷൻ, എഴുകോൺ, കുണ്ടറ തുടങ്ങി വിവിധയിടങ്ങളിൽ കപ്പിന് സ്വീകരണം നൽകും. വൈകിട്ട് 4:30 ഘോഷയാത്ര കടപ്പാക്കട ജംഗ്ഷനിലെത്തും. 4:40 നഗരപ്രദക്ഷിണം ചെയ്തതിനു ശേഷം 6:30 ആശ്രമ മൈതാനത്തെത്തും. തുടർന്ന് ജില്ലാ ട്രഷറിയിൽ കപ്പ് സൂക്ഷിക്കും. വിജയികൾക്ക് നൽകുന്ന സ്വർണ്ണക്കപ്പ് നമ്മുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുവാനായി സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നു. വളരെ നമ്മുടെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യാം. കൊട്ടാരക്കര മാർത്തോമ ഗേൾസ് ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. പേര് ജേക്കബ് എബ്രഹാം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ചുള്ള സ്വർണ്ണക്കപ്പിന് കൊല്ലം ജില്ലയിലേക്കുള്ള പ്രയാണത്തിൽ ഇന്ന് നമ്മുടെ സ്കൂളിൽ എത്തിച്ചേരുകയുണ്ടായി. ആവേശകരമായ സ്വീകരണമാണ് ഇന്ന് നമ്മുടെ സ്കൂളിൽ നൽകിയത്. ഏകദേശം 2:20 എത്തിച്ചേർന്ന സ്വർണ്ണക്കപ്പ് 2:30 കഴിഞ്ഞ് നമ്മുടെ സ്കൂളിൽ നിന്ന് പോവുകയുണ്ടായി. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ബാലഗോപാൽ സാറ്, DGE ഷാനവാസ് സാറ്, DEO, EEO, വിദ്യാഭ്യാസ വകുപ്പിലെ പ്രമുഖരായ ഉദ്യോഗസ്ഥർ, DG ഓഫീസിലെ ഉദ്യോഗസ്ഥർ തുടങ്ങി മുനിസിപ്പൽ ചെയർമാൻ തുടങ്ങി മുനിസിപ്പൽ സ്റ്റാഫ് അംഗങ്ങൾ മുഴുവൻ, PTA പ്രസിഡൻറ്റ്, മുനിസിപ്പൽ ചെയർമാനായിരുന്ന ഷായ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള PTA അംഗങ്ങൾ തുടങ്ങി ആവേശോജനകമായ വരവേൽപ്പാണ് നൽകിയത്. സ്കൂളിലെ സ്കൗട്ട്, ഗൈഡ്, NCC തുടങ്ങിയ വിവിധ വിഭാഗങ്ങളുടെ ആവേശോജനകമായ വരവേൽപ്പ് നൽകിയുണ്ടായി. ബാൻഡ് ടീം വരവേറ്റു. അതോടൊപ്പം തന്നെ ഫ്ലാഷ് മോബ്, കുട്ടികളുടെ തിരുവാതിര, അതുപോലെ തന്നെ പുഷ്പവൃഷ്ടിയൊക്കെ നടത്തി സ്വീകരിക്കുകയുണ്ടായി. വിവിധ സ്കൂളുകളിൽ നിന്ന് 5ഓളം സ്കൂളുകളിൽ നിന്ന് 1500ഓളം കുട്ടികൾ ഈ നമ്മുടെ സ്കൂളിലേക്ക് കപ്പിന് സ്വീകരണം നൽകാനായി എത്തിച്ചേരുകയും ചെയ്യുകയുണ്ടായി. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം അങ്ങനെ എൻ്റെ സ്കൂളിലെ 1200ഓളം കുട്ടികൾ ഉൾപ്പെടെ 2500-ലധികം കുട്ടികൾക്ക് കപ്പ് കാണുന്നതിനും ഈ സംസ്ഥാന കലോത്സവത്തിൻ്റെ മെസ്സേജ് ആവേശകരമായി സമൂഹത്തിലേക്ക് എത്തുന്നതിനെയൊക്കെ സാധിച്ചു. ഭംഗിയായിട്ട് അടുത്ത സ്വീകരണ സ്ഥലത്തിലേക്ക് കപ്പ് പോവുകയും ചെയ്തിട്ടുണ്ട്.